മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു PSC എക്സാമിന്, 10th പ്രിലിമിനറി എക്സാമിന്. അപ്പോൾ അതിന് തലേദിവസമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തേക്ക് മീൻസ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ച ടെറസിൽ പോയിട്ട് ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ടെറസിൽ ചെന്നപ്പം അവിടെ വിറകും ഓലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓലയൊക്കെ ആകെ കാറ്റടിച്ച് പരന്ന് അലങ്കോലമായിട്ട് കിടക്കുന്നു. എന്നാൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനിടയിൽ എവിടെയോ കടന്നല് നല്ലൊരു കുത്ത് കിട്ടി. വേഗം ഓടി വന്ന് മഞ്ഞപ്പൊടി, പച്ചമഞ്ഞളായിരുന്നു വേണ്ടിയിരുന്നത്, അപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ കറിയിലിടുന്ന മഞ്ഞപ്പൊടി ചാലിച്ച് തേച്ചു. അപ്പോൾ മുന്നേ ഇതുപോലെ തന്നെ 1-2 പ്രാവശ്യം കടന്നൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി തേച്ചാൽ മതി, മഞ്ഞപ്പൊടിയല്ല പച്ചമഞ്ഞൾ തേച്ചാൽ മതി, അതിൻ്റെ കൊമ്പിരിക്കുന്നുണ്ടെങ്കിൽ പോവും, പിന്നെ നീരും വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കാര്യം ഉണ്ടായില്ല. കുറേ കഴിഞ്ഞപ്പോൾ നല്ല നീര് വെക്കാൻ തുടങ്ങി. നീരെന്ന് പറഞ്ഞാൽ കൈയുടെ മുട്ടിനോടെ വരെയൊക്കെ നല്ല നീര് വയ്ക്കാൻ തുടങ്ങി. വിരലൊക്കെ നന്നായിട്ട് വീർത്തു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ അങ്കിളിനോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും ഒറ്റമൂലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചുമന്നുള്ളിയുടെ നീരും പിന്നെ പനിക്കൂർക്കയുടെ ഇലയുടെ നീരൊക്കെ എടുത്ത് തേക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കി. പിന്നെ അങ്കിൾ എനിക്കൊരു മുറിവെണ്ണയും ബാമൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ തേച്ചിട്ട് രാത്രി കിടന്നു. കുറയുമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ എണീറ്റപ്പോഴത്തേക്കും നന്നായിട്ട് കൂടി. ഇപ്പോൾ എക്സാമിനും പോകണമല്ലോ. അപ്പോൾ ഞാൻ വേഗം യൂട്യൂബ് എടുത്ത് നോക്കി വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ കടുക് അരച്ച് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. കടുക് കുതിർത്തിട്ട് നല്ലോണം അരച്ച് തേച്ച് അങ്ങനെ വീണ്ടും തേക്കുക. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീരൊക്കെ കുറയുന്നിങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അധികം നേരം അങ്ങനെ ഇട്ടിരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, എക്സാമിന് പോകേണ്ടതുകൊണ്ട്. വിരലിലൊക്കെ നീര് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ പോലെയൊക്കെ തോന്നി. പക്ഷെ അത് വീണ്ടും നീര് വയ്ക്കാൻ തുടങ്ങി. പിന്നെ ഇത് ഗ്ലിസറിൻ തേച്ചാൽ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഗ്ലിസറിൻ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം മുന്നേ അത് ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എക്സാമിന് തലേ ദിവസവും പോകുന്നതിന് മുന്നേ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക്സ് മാറ്റി വയ്ക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും നടന്നില്ല. ഇതിൻ്റെ വേദനയും അസ്വസ്ഥതയും വിരലൊന്നും മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും എക്സാമിന് പോകാൻ റെഡി ആവട്ടെ.